വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഏജന്റുമാർക്ക് എല്ലാവർക്കും വളരെ ആവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. ടോപ്പിക്: ഹൗ ടു ക്രിയേറ്റ് ഫേസ്ബുക്ക് പേജ് ഫോർ ഇൻഷുറൻസ് ഏജൻറ്റ്സ്. ഒരു ഇൻഷുറൻസ് ഏജന്റിന് തൻ്റെ ബിസിനസ്സിന് ആവശ്യമായ ഫേസ്ബുക്ക് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും. എനിക്കറിയാം, ഇത് പലർക്കും അറിയാം എന്നുള്ളത് അറിയാം, പലർക്കും അറിയായിരിക്കും. പക്ഷെ ഇത് അറിയാത്ത ഒരുപാട് ഇൻഷുറൻസ് ഏജൻറ്റ്സ് ഉണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനും അവരെ സഹായിക്കുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ എങ്ങനെയാണ്, എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ. ആദ്യം എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. 1 സെക്കൻഡ്. ഓക്കെ. സോ ഹൗ ടു ക്രിയേറ്റ് ഫേസ്ബുക്ക് പേജ് ഫോർ ഇൻഷുറൻസ് ഏജൻറ്റ്സ്. ഇൻഷുറൻസ് ഏജൻസിന് എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഇതിനകത്ത് മേജറായിട്ട് കവർ ചെയ്യുന്ന ടോപ്പിക്സ്: ഒന്ന്, വൈ വി നീഡ് ഫേസ്ബുക്ക് പേജ്. എന്തുകൊണ്ട് ഒരു ഇൻഷുറൻസ് ഏജന്റിന് ഫേസ്ബുക്ക് പേജ് വേണം. 2, കോണ്ടെക്സ്റ്റ് ആൻഡ് കൺസെപ്റ്റ്. എന്താണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ എന്തിനാണ് ഇത് നമ്മൾ ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ ഡിഫറൻസ്, മറ്റു കാര്യങ്ങളിൽ നിന്നുള്ള പ്രൊഫൈലിൽ നിന്നുള്ള ഡിഫറൻസ്, അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ കവർ ചെയ്യും. 3, ഡിഫറൻസ് ബിറ്റ്വീൻ ഫേസ്ബുക്ക് പേജ് ആൻഡ് ഫേസ്ബുക്ക് പ്രൊഫൈൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കിന്ന് ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ട്. ഈ ഫേസ്ബുക്ക് പ്രൊഫൈലും ഫേസ്ബുക്ക് പേജും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഈ ടോപ്പിക് കവർ ചെയ്യും. 4, പേഴ്സണൽ ബ്രാൻഡിങ്ങിന് നമ്മൾ ഫേസ്ബുക്ക് പേജ് യൂസ് ചെയ്യണോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പ്രൊഫൈൽ. നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഡൗട്ട്, പേഴ്സണൽ ബ്രാൻഡിങ് എന്നാണ്. നമ്മളിപ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, പല ഇൻഷുറൻസ് ഏജന്റുമാരും അവരുടെ സ്വന്തം പേരിലാണ് അവരുടെ ഫേസ്ബുക്ക് പേജ് ചെയ്യുന്നത്, ഫേസ്ബുക്കിൽ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ അത് പേജായിട്ടാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ സ്വന്തം പ്രൊഫൈലാണോ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഏതാണ് ബെസ്റ്റ്, ആ കാര്യങ്ങൾ കവർ ചെയ്യും. ലാസ്റ്റ് കവർ ചെയ്യുന്നത് പ്രാക്ടിക്കലി ഒരു ഇൻഷുറൻസ് ഏജന്റിന് എങ്ങനെ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. 1, വൈ വി നീഡ് ഫേസ്ബുക്ക് പേജ്. 2, കോണ്ടെക്സ്റ്റ് ആൻഡ് കോൺസെപ്റ്റ്. 3, ഡിഫറൻസ് ബിറ്റ്വീൻ ഫേസ്ബുക്ക് പ്രൊഫൈൽ ദെൻ ഫേസ്ബുക്ക് പേജ്. 4, പേഴ്സണൽ ബ്രാൻഡിങ്ങിന് ഫേസ്ബുക്ക് പേജ് വേണോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പ്രൊഫൈൽ വേണോ. 5, പ്രാക്ടിക്കലി ഇതൊരു ഇൻഷുറൻസ് ഏജന്റ് എങ്ങനെ ചെയ്യും. ഓക്കെ, ദെൻ ഇതിന്റെ കൺസെപ്റ്റ്, വൈ ഫേസ്ബുക്ക് പേജ്. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ കമ്പനിക്ക് ചിലപ്പം കമ്പനി ഉണ്ടാകുമെങ്കിൽ കമ്പനിയുടെ ലോഗോ, അതുപോലെ നെയിം, കോണ്ടാക്ട് ഇൻഫോ, റിവ്യൂസ്. അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് ആണെങ്കിൽ നമ്മുടെ പേഴ്സണൽ നെയിം, അതുപോലെ നമ്മുടെ പേഴ്സണൽ ലോഗോ ക്രിയേറ്റ് ചെയ്യാം ബ്രാൻഡിങ്ങിൽ. ദെൻ കോണ്ടാക്ട് ഇൻഫോ, ദെൻ എന്താണ് റിവ്യൂസ് എന്താണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു മെഡിക്കൽ ഇൻഷുറൻസ് ഏജന്റ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത ഒരു ഇൻഷുറൻസ് കാരണം, മെഡിക്കൽ ഇൻഷുറൻസ് കാരണം ഒരാൾക്ക് മെഡിക്കൽ എക്സ്പെൻസ് വളരെ ഗണ്യമായിട്ട് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുക. വളരെ ഹാപ്പിനെസ് ആയുള്ള ഒരു റിവ്യൂ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ എഴുതുന്നു എന്ന് വിചാരിക്കുക. അത് ലോകം മൊത്തം കാണുന്നു. നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം ഒരാൾ പറയുന്നു. നിങ്ങളുടെ ക്രെഡിബിലിറ്റി അവിടെ കൂടുകയോ ഇല്ലയോ? തീർച്ചയായിട്ടും കൂടും. ഇപ്പൊ റിവ്യൂസ് എഴുതാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ചാൻസ് ഈ ഫേസ്ബുക്ക് പേജിൽ തരും. ഇനി നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്, റൺ ആഡ്സ് ആൻഡ് ബൂസ്റ്റ് പോസ്റ്റ് ലീഗലി. നമുക്ക് ആഡ്സ്, നിങ്ങളൊരു പ്രൊഫൈലില്, നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫൈലിൽ ഒരു വീഡിയോ ഇടുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഇമേജ് ഇടുന്നു. നിങ്ങൾക്ക് ഒരു 1500 ഫ്രണ്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. മാക്സിമം 1500 ആൾക്കാരല്ലേ കാണുള്ളൂ. നിങ്ങളെ ഈ വീഡിയോ 1,00,000 ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പോസ്റ്റ് 1,00,000 ആൾക്കാർ കാണണമെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് വേണം. അവിടെ ആഡ്സ് റൺ ചെയ്യണം. നമ്മുടെ ടി വിയിലൊക്കെ ആഡ്സ് കാണുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെ ചാനലില് ബൂസ്റ്റിന്റെ പരസ്യം അല്ലെങ്കിൽ കോൾഗേറ്റിന്റെ പരസ്യം വരുന്നതെന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും കോൾഗേറ്റുകാർ ഒരു എമൗണ്ട് ഏഷ്യാനെറ്റുകാർക്ക് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ഇവിടെ ആഡ്സ് നമുക്ക് അങ്ങനെ പൈസ കൊടുത്ത് റൺ ചെയ്യാൻ പറ്റും. പക്ഷെ അതിനെന്ത് വേണം? ഫേസ്ബുക്ക് പേജ് വേണം. ഇപ്പം ഒരു ഇൻഷുറൻസ് ബിസിനസ് നിങ്ങൾ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യണം. അടുത്തത് അനലിറ്റിക്സ് എന്തിനാണ്? നിങ്ങളൊരു പരസ്യം റൺ ചെയ്തു, അല്ലെങ്കിൽ പരസ്യം നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഓടിച്ചു, റൺ ചെയ്തെന്ന് പറഞ്ഞാൽ അല്ല ഇട്ടു, അത് എത്ര ആൾക്കാർ കണ്ടു, അതാണ് ഡാറ്റ, അനലിറ്റിക്സ് എന്ന് പറയുന്നത്.
ഓക്കെ, അത് 1,00,000 ആൾക്കാരുണ്ട്. ഈ 1,00,000 ആൾക്കാർ കണ്ടെങ്കിൽ ഈ 1,00,000 ആൾക്കാരിലെ ആണുങ്ങൾ എത്ര, പെണ്ണുങ്ങൾ എത്ര? നിങ്ങളുടെ വീഡിയോയുടെ 70% കണ്ടവരെത്ര, 100% കണ്ടവരെത്ര, 10%? നിങ്ങൾ ഇടുന്ന വീഡിയോയുടെ 1 മിനിറ്റ് ആണെങ്കിൽ ആ വീഡിയോ ചിലപ്പം കംപ്ലീറ്റ് ആയിട്ട് കണ്ടത് 1,00,000 ചിലപ്പം 10,000 ആൾക്കാരെ കാണുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി എന്താ പറയാ, ഒരു 10% മാത്രം കണ്ടവരായിരിക്കും ചിലപ്പോൾ ഒരു 20% ആൾക്കാർ. ഇത് കൃത്യമായി കിട്ടും. ഇനി ഏത് ലൊക്കേഷൻ, അയാൾ കണ്ടവർ കണ്ണൂരുകാരാണോ, അല്ലെങ്കിൽ കോഴിക്കോടുകാരാണോ, ഇന്ത്യക്കാരാണോ, അല്ല ഔട്ട്സൈഡ് ഇന്ത്യ ആണോ, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് നമുക്ക്, അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈസ് നമുക്ക് കിട്ടും. ഇതിനെയാണ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഇതൊരിക്കലും നമ്മുടെ പേഴ്സണൽ പ്രൊഫൈലിൽ നമുക്ക് കിട്ടില്ല. ഈ ഡാറ്റ വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും ഈ ഡാറ്റ കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയിട്ട് എന്താണ് കാര്യം? ഞാൻ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു വീഡിയോ ഇട്ടു. സപ്പോസ് നിങ്ങളുടെ ഒരു വീഡിയോ 1,00,000 ആൾക്കാർ കണ്ടു എന്ന് വിചാരിക്കും. അതിലെ 10% ആൾക്കാർ, 1,00,000ന്റെ 10% എന്ന് പറയുന്നത് 10,000 ആൾക്കാർ. 10,000 ആൾക്കാർ ആ വീഡിയോ കംപ്ലീറ്റ് കണ്ടിട്ടുണ്ട്, 100% കണ്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? അവർക്ക് ആ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു 60% ആൾക്കാർ വീഡിയോ ആദ്യത്തെ ഒരു 3 മിനിറ്റ് തന്നെ സ്കിപ്പ് ചെയ്തു, അല്ലേ? അതിന്റെ അർത്ഥം എന്ത്? അവർക്ക് താല്പര്യമില്ല. 1,00,000ന്റെ 60% എന്ന് പറയുന്നത് 60,000. 60,000 ആൾക്കാർക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിൽ താല്പര്യമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ 10% ആൾക്കാർക്ക്, 10,000 ആൾക്കാർ നിങ്ങളുടെ വീഡിയോ കംപ്ലീറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തോ ഒരു താല്പര്യം നിങ്ങളുടെ പ്രൊഡക്റ്റിനോടുണ്ട്. അനലിറ്റിക്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ലേ? അപ്പൊ ഈ ഒരു കാര്യം എത്തിക്കാൻ, അത് ബിസിനസ് ടു ബിസിനസ് മാറും. 1,00,000 ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഇന്ന് ഒരു 2,000-3,000 രൂപയുടെ ആവശ്യമുള്ളൂ ഫേസ്ബുക്കിൽ. പക്ഷെ അത് കൃത്യമായി നമ്മൾ എത്തിക്കാൻ പഠിച്ചിരിക്കണം. സോ അതിന് ആദ്യം വേണ്ടത് ഫേസ്ബുക്ക് പേജാണ്. ദെൻ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും സെപ്പറേറ്റ് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ, അതാണ് പേഴ്സണൽ പ്രൊഫൈലിൽ ഷെയർ ചെയ്യുക. ബിസിനസ് കാര്യങ്ങൾ പേജിൽ ഷെയർ ചെയ്യുക. ഓക്കെ, ഇതാണ് കൺസെപ്റ്റ്. ദെൻ ഒരു ഡിഫറൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒന്നും കൂടെ അത് നിങ്ങളൊരു സിംഗിൾ വിൻഡോയ്ക്കകത്ത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഫസ്റ്റ് വൺ, ഫേസ്ബുക്ക് പ്രൊഫൈല് പർപ്പസ് എന്ന് പറയുന്നത് പേഴ്സണൽ യൂസ് ആണ്. FB പേജ് പേഴ്സണൽ യൂസ് അല്ല, ബിസിനസ് യൂസ് ആണ്. അത് ഈവൻ ഫേസ്ബുക്ക് പോലും അങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്തത്. 2, ഫേസ്ബുക്കിലെ പ്രൊഫൈലില് ഫ്രണ്ട്സ് ലിമിറ്റ് 5,000. ഇവിടെ ആണെങ്കിൽ അൺലിമിറ്റഡ് ഫോളോവേഴ്സ്. ആഡ്സ് ബൂസ്റ്റ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് പ്രൊഫൈലിൽ ചെയ്യാൻ പറ്റില്ല, ഇവിടെ നിങ്ങൾക്ക് ആഡ്സ് റൺ ചെയ്യാം. അനലിറ്റിക്സ് നോ ഡാറ്റ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ കൃത്യമായ അനലിറ്റിക്സ്. പബ്ലിക് സെർച്ച് ലിമിറ്റഡ് വിസിബിലിറ്റി, പബ്ലിക് സെർച്ച് ഷോ അപ്പ് ഇൻ ഗൂഗിൾ ആൾസോ. എന്താണത്? ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു വീഡിയോ ചെയ്യുന്നത് 5 ബെനിഫിറ്റ്സ് ഓഫ് മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ ഒരു വീഡിയോ ചെയ്തു എന്ന് വിചാരിക്കും. അത് മാക്സിമം നിങ്ങൾ പ്രൊഫൈലിലാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രൊഫൈലിൽ 1,500 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാക്സിമം ഒരു 1,000-1,500 ആൾക്കാർക്കാണ് ഇത് കാണാൻ പറ്റുക. ഇനി അത് നിങ്ങൾ അയച്ചു കൊടുത്തിട്ടാണ് കാണുന്നത്. നാളെ ഒരാൾ സെർച്ച് ചെയ്യാണ്, നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ സെർച്ച് ചെയ്യുകയാണ്, എന്തെങ്കിലും എക്സാക്ട്ലി നിങ്ങൾ കൊടുത്ത അതേപോലെ തന്നെ ടോപ്പിക്ക് സെർച്ച് ചെയ്യണമെന്നൊന്നുമില്ല. അയാൾ സെർച്ച് ചെയ്യുന്നത് ബെനിഫിറ്റ്സ് ഓഫ് മെഡിക്കൽ ഇൻഷുറൻസ്. നിങ്ങളത് പേഴ്സണൽ പ്രൊഫൈലിലാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഗൂഗിൾ സെർച്ചിൽ വരില്ല. വേറാസ് നിങ്ങളത് പേജിലാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഈ പറയുന്ന സംഭവം ഫേസ്ബുക്ക് പേജിലാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് ഗൂഗിൾ സെർച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട്. സോ ഏതാണ് നല്ലത്? നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് ഏജന്റുമാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമുക്കൊരു സമയം കഴിഞ്ഞാൽ, നമ്മുടെ സുഹൃത്തുക്കളും റിലേറ്റീവ്സും കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നമ്മുടെ ബിസിനസ് വളരുന്നില്ല. വളരണമെങ്കിൽ ഫേസ്ബുക്ക് പേജ് മസ്റ്റ് ആണ്. കാരണം മൂന്നാമതൊരാൾ വന്ന്, ഇപ്പൊ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റോ സർവീസോ വാങ്ങുക? ഞാനല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരുവിധമെല്ലാം ആൾക്കാർ വാങ്ങുന്നത് എങ്ങനെയാണ്? നമ്മൾ കയറിയിട്ട് ടൈപ്പ് ചെയ്യും പ്രൊഡക്റ്റിന്റെ നെയിം, നിയറസ്റ്റ് ഷോപ്പ് അല്ലെങ്കിൽ സോ ആൻഡ് സോ തിങ്. ആ ഷോപ്പിലേക്കാണ് കൂടുതൽ ആൾക്കാർ പോകുന്നത്, അല്ലേ? അല്ലെങ്കിൽ പരസ്യം കണ്ടിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ. അതേപോലെ നിങ്ങളുടെ സെർച്ചിൽ അത് വരണം എന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് പേജ് വേണം. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഞാൻ പറഞ്ഞു പേഴ്സണൽ ബ്രാൻഡിങ്ങിന് പ്രൊഫൈലാണോ വേണ്ടത് അല്ലെങ്കിൽ പേജ് ആണോ വേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം നിങ്ങൾക്ക് വരുന്ന ഒരു ഡൗട്ട്, എന്താണ് പേഴ്സണൽ ബ്രാൻഡിങ്? ഇപ്പൊ നിങ്ങളുടെ സെക്ടറിൽ തന്നെ, ഇൻഷുറൻസ് മേഖലയിൽ തന്നെ നിങ്ങൾ എടുത്തു നോക്കുക, പല ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ആൾക്കാർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഫിനാൻസ് സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർ അവരുടെ പേര് തന്നെയായിരിക്കും അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അവരുടെ പേര് എന്ന് പറഞ്ഞാൽ ആ ഫേസ്ബുക്ക് പേജിന്റെയോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിന്റെയോ. അപ്പൊ അതിനെയാണ് പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പേഴ്സണൽ ബ്രാൻഡ് ചെയ്യുമ്പോൾ അതിന് ഫേസ്ബുക്ക് പേജ് വേണോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പ്രൊഫൈൽ? കുറച്ചും കൂടെ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പോൾ നിങ്ങളൊരു മെഡിക്കൽ ഇൻഷുറൻസ് ഏജന്റ് ആണ്, നിങ്ങളുടെ പേര് രാമചന്ദ്രൻ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അതേ പേരിൽ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നാണ് ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് രണ്ടും വേണം. നിങ്ങളുടെ രാമേന്ദ്രൻ എന്ന് പറയുന്ന പേരിൽ ഫേസ്ബുക്ക് പ്രൊഫൈലും വേണം, രാമചന്ദ്രൻ എന്ന് പറയുന്ന പേരിൽ മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ ഒരു ഫേസ്ബുക്ക് പേജും നിങ്ങൾ വേണം. അത് രണ്ടും ഇന്റലിജന്റ്ലി യൂസ് ചെയ്യാം. അപ്പൊ എന്താണ് ഇന്റലിജന്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട കാര്യം എന്താണ്? ഒന്ന്, പ്രൊഫൈൽ എന്ന് പറയുന്നത് ട്രസ്റ്റ് ബിൽഡിങ്ങിനും ബിഹൈൻഡ് ദ സീൻസും നിങ്ങളുടെ ഇമോഷൻസ് അല്ല, നിങ്ങളുടെ ഫാമിലി കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിവിടെ എഴുതിയിട്ടുണ്ട്. യൂസ് കണക്ഷൻ, ട്രസ്റ്റ് ബിൽഡിംഗ് ആൻഡ് ബിഹൈൻഡ് ദ സീൻ സ്റ്റോറീസ്, ഫാമിലി മൊമെന്റ്സ്, ക്ലൈന്റ് മീറ്റിംഗ്സ്, പേഴ്സണൽ മൈൽ സ്റ്റോൺ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ യൂസ് ചെയ്യും. വേറാസ് നിങ്ങളുടെ പേരുള്ള രാമചന്ദ്രൻ എന്ന് തന്നെ പേരുള്ള പ്രൊഫൈൽ പേജിൽ, ഫേസ്ബുക്ക് പേജിൽ പ്രൊഫഷണൽ കണ്ടന്റ്, റീൽസ് ഇടാം, നിങ്ങൾക്ക് ക്ലയന്റ് എഡ്യൂക്കേഷൻ പോസ്റ്റ് ഇടാം, ലീഡ് ജനറേഷൻ യൂസ് ചെയ്യാം, ടെസ്റ്റിമോണിയൽ ആഡ്സ് എന്നിവയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതൊന്ന് നിങ്ങൾ സിംപ്ലി ഇതൊന്ന് റീഡ് ചെയ്താൽ മതി, ഗോ ത്രൂ ചെയ്താൽ മതി. നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ്സ് റിലേഷൻഷിപ്പ്, പേജ് ക്രിയേറ്റ് റെപ്യൂട്ടേഷൻ. നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് ആൾക്കാരുമായിട്ട് റിലേഷൻഷിപ്പ്, പേജ് ക്രിയേറ്റ് ചെയ്യുന്ന റെപ്യൂട്ടേഷൻ. എങ്ങനെയാണ്? റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, റെപ്യൂട്ടേഷൻ ജനിപ്പിക്കുന്നു. നമ്മൾ രണ്ടും കൂടെ സ്മാർട്ടായിട്ട് ഇന്റലിജന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രാൻഡ്, പേഴ്സണൽ ബ്രാൻഡ് 10x ഫാസ്റ്ററായിട്ട് വളരും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ആണ് ഇത് പ്രാക്ടിക്കലി ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഫേസ്ബുക്ക് പ്രൊഫൈലും ഫേസ്ബുക്ക് പേജും തമ്മിലുള്ള ഡിഫറൻസ്. എന്തിനാണ് ഇൻഷുറൻസ് ബിസിനസ്സിനെ ചെയ്യുന്നവർക്ക് ഒരു ഫേസ്ബുക്ക് പേജ് വേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇത് എങ്ങനെ പ്രാക്ടിക്കലായി നമുക്ക് ഫേസ്ബുക്കിൽ ചെയ്യാം എന്നുള്ളതാണ് പറയാൻ. ഓക്കെ, 1 second. ഷെയർ മൈ സ്ക്രീൻ. ഷെയർ. ഓക്കെ, സോ ഇതിപ്പോ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലേക്ക് പോവുകയാണ്. ഫേസ്ബുക്കിൽ ഇപ്പോ ഇത് അനീഷ് കുമാർ PK. ഇതെൻ്റെ പേഴ്സണൽ ഫേസ്ബുക്കാണ്. ഓക്കെ, പേഴ്സണൽ പ്രൊഫൈലാണ്. ഈ പ്രൊഫൈലിൽ നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ബ്രാൻഡിന് ആവശ്യമായ പേഴ്സണൽ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാം. ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുക, ഇവിടെ സീ മോർ കാണാം, മെറ്റ AI, ഫ്രണ്ട്സ്, പ്രൊഫഷണൽ ഡാഷ്ബോർഡ്, ഫീഡ്സ്, ഗ്രൂപ്പ്സ്, മാർക്കറ്റ് പ്ലേസ് ഇങ്ങനെ കാണാം. അതിൽ സീ മോറിലൊന്ന് ക്ലിക്ക് ചെയ്യാം. സീ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴോട്ട് വരും, പേജസ് കാണാം. ഇത് ചിലപ്പോൾ ഫേസ്ബുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാറുണ്ട്, ടൈം ടു ടൈം അപ്ഡേറ്റ്സ് വരുമ്പോൾ മാറ്റാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പേജസ് ഓർഡർ ആൻഡ് പേയ്മെന്റ്സിന്റെ അണ്ടറിൽ കണ്ടില്ല എന്ന് ചോദിക്കരുത്. ഈ ഒരു ഏരിയയിൽ സെർച്ച് ചെയ്യുക, നോക്കുക. നമ്മുടെ ഫേസ്ബുക്കിലേക്ക് വരിക, ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്ന പേജ് കിട്ടുന്നതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ ഇങ്ങോട്ട് വരിക, ഷോ മോറിന് താഴെ വന്ന് പേജസിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ എൻ്റെത് ഞാൻ ഒരുപാട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത എൻ്റെ പേജസും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ന്യൂ പ്രൊഫൈൽ ഓർ പേജ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് പേജ് ക്ലിക്ക് ചെയ്യാനുള്ളത്. ആവശ്യമുള്ളത് മാത്രം നോക്കിയാൽ മതി. ക്രിയേറ്റ് ന്യൂ പ്രൊഫൈൽ ഓർ പേജ് ക്ലിക്ക് ചെയ്തു. നേരത്തെ ഫേസ്ബുക്ക് ഒരു ഓപ്ഷൻ ചോദിക്കും, നിങ്ങൾക്ക് പേഴ്സണൽ പ്രൊഫൈലാണോ അല്ലെങ്കിൽ പബ്ലിക് പേജ് ആണോ വേണ്ടത്? നമുക്ക് വേണ്ടത് പേജാണ്.
ഞാനൊരു ഡിഫറൻസ് പറയാം. നമ്മൾ ഫേക്ക് ആയിട്ട് അക്കൗണ്ട്സുകൾ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാതിരിക്കുക, ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും സോഷ്യൽ മീഡിയയിൽ. കാരണം നാളെ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ നാളെ നമ്മുടെ ഫേസ്ബുക്കിനെ വെരിഫിക്കേഷൻ ചെയ്യാം. വെരിഫിക്കേഷൻ എന്ത് ചെയ്യാം? നമ്മുടെ ആധാർ കാർഡോ ഏതെങ്കിലും മറ്റ് ID കാർഡോ വെച്ചിട്ട് നമുക്ക് വെരിഫൈ. നോർമലി ഞാൻ മറ്റ് സൈറ്റുകളായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ വെരിഫിക്കേഷൻ ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ വെബ് ക്യാമിൽ വിസിബിൾ ആയിരിക്കണം. നമ്മുടെ വെബ് ക്യാമിൽ അല്ലെങ്കിൽ മൊബൈൽ ക്യാമിലാണെങ്കിൽ മൊബൈലിൽ വിസിബിൾ ആയിരിക്കണം. അവർ ഹെഡ് മൂവ് ചെയ്യാൻ പറയും. ഇങ്ങനെ 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 മൂവ് ചെയ്യാൻ പറയും. അതായത് നമ്മൾ ഒറിജിനൽ ആണോ അല്ല ഫേക്ക് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓരോരോ ആംഗിൾസ് പറയും. ദെൻ അതിനുശേഷം നമ്മുടെ പേരിൽ എന്താണോ ഉള്ളത് ആ ID കാർഡ് ഇങ്ങനെ നമ്മൾ കാണിക്കാൻ പറയും. ഇങ്ങനെ കാണിക്കാൻ പറയും. ഇങ്ങനെ 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 ക്യാമറയ്ക്ക് നേരെ കാണിക്കാൻ പറയും. എന്നിട്ട് അവർ നമ്മൾ നേരത്തെ കൊടുത്ത ID കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യും. ഈ ഒരു പ്രോസസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ID കാർഡിലുള്ള പേരെന്താണോ ആ രീതിയിൽ തന്നെ മാക്സിമം ചെയ്യുക. ചെറിയ വ്യത്യാസമൊക്കെ അവർ മാനേജ് ചെയ്യും. പക്ഷെ വലിയ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള വലിയ വ്യത്യാസങ്ങൾ അത് അവർ ചെയ്യാൻ സാധ്യത. ഇത് ഞാൻ പറയുന്നത് ഫേസ്ബുക്കിൽ വരാൻ സാധ്യതയുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഒറിജിനൽ പ്രൊഫൈലിൽ തന്നെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇത് പേഴ്സണൽ പ്രൊഫൈൽ അല്ല വേണ്ട, നമുക്ക് പബ്ലിക് പേജ് സെലക്ട് ചെയ്തു. ദെൻ കമ്പയർ ഓപ്ഷൻ വേണ്ട, നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുണ്ട് ഇവിടെ. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കും. ഗെറ്റ് സ്റ്റാർട്ടഡ്, ക്ലിക്ക് ഓൺ ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഇവിടെ നമ്മൾ വന്നു. സോ ഞാനിപ്പോൾ ഒരു ഇൻഷുറൻസ് ഏജന്റ് റാം എന്ന് പറയുന്ന, സപ്പോസ് എൻ്റെ പേര് റാം ആണെന്ന് വിചാരിക്കുക. ഓൾറെഡി എൻ്റെ പേരിൽ അനീഷ് കുമാർ എന്നുള്ള ഒരു പ്രൊഫൈൽ ഉണ്ട്. ഒന്നിൽ കൂടുതൽ സെയിം പേരിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് റാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡെമോ ആണ് ഞാൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ റാം എന്നാണ് ഒരു ഇൻഷുറൻസ് ഏജന്റ് വേണ്ടിയിട്ടാണ് പ്രൊഫൈൽ പേജ്. നിങ്ങളുടെ പേര് റാം ആണെന്ന് വിചാരിക്കും. എന്ത് പേജ് വേണം? ഞാൻ എൻ്റെ ആ ഒരു ഇൻഷുറൻസ് ഏജന്റ് വേണ്ടിയിട്ടുള്ള ഫേസ്ബുക്ക് പേജ് ഫോർ പേഴ്സണൽ ബ്രാൻഡ്, പ്രൊഫൈലല്ല പേഴ്സണൽ ബ്രാൻഡ്. ഞാൻ റാം പേര് കൊടുത്തു, റാം കുമാർ, KUMAR. ഓക്കെ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കാറ്റഗറി ചോദിക്കും. നിങ്ങൾ ഹെൽത്ത് കാറ്റഗറി ആണ് അല്ലെങ്കിൽ ഇൻഷുറൻസ് കാറ്റഗറി ആണ്, ടൈപ്പ് ചെയ്ത് നോക്കുക ഹെൽത്ത്. അപ്പോൾ അവിടെ ഡിസ്പ്ലേ ചെയ്യും ഹെൽത്ത് ബ്യൂട്ടി, ഹെൽത്ത് വെൽനസ്, ഹെൽത്ത് സ്പാ. ഇതൊന്നും അല്ല, നിങ്ങൾ ഹെൽത്ത് ആൻഡ് ഫുഡ് റെസ്റ്റോറൻറ്റ്, മെഡിക്കൽ ആൻഡ് ഹെൽത്ത്. ഓക്കെ, വേണം അത് സെലക്ട് ചെയ്യാം. 3 കാറ്റഗറി വരെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി വീണ്ടും ഹെൽത്ത് നമ്മൾ സെലക്ട് ചെയ്തു, നോക്കുവാണ്, ഇല്ല, ഒന്നുമില്ല, ഇത് നമുക്ക് പറ്റിയതല്ല. ബ്യൂട്ടി കോസ്മെറ്റിക് അല്ല. മെഡിക്കൽ ഹെൽത്ത് സർവീസ് ആണോ? അല്ല. നമ്മൾ വരുന്നത് ഇനി അതല്ലെങ്കിൽ ഇനി നമുക്ക് ഇൻഷുറൻസ് നോക്കാം. ഇൻഷുറൻസ് കമ്പനി, ഇൻഷുറൻസ് ബ്രോക്കർ, ഇൻഷുറൻസ് ഫിനാൻഷ്യൽ സർവീസ്, ഇൻഷുറൻസ് ഏജന്റ് ആണ്, അത് കൊടുക്കാം നിങ്ങൾക്ക്. ഇനി ഇൻഷുറൻസിൽ വേറെ ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനി, ഇൻഷുറൻസ് ഫിനാൻഷ്യൽ സർവീസ്, ഫിനാൻഷ്യൽ ബ്രോക്കർ വേണമെങ്കിൽ കമ്പനി കൊടുക്കാം. കാരണം നിങ്ങൾ പല ആൾക്കാരും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റാം വർക്ക് ചെയ്യുന്നത് സ്റ്റാർ ഹെൽത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി എന്നുള്ള രീതിയിലും കാറ്റഗറി. അത് നമുക്ക് ഇവിടെ കൊടുക്കുന്ന ഡീറ്റെയിൽസ് കംപ്ലീറ്റ്ലി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇത് തെറ്റിപ്പോയോ അങ്ങനെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നാളെ എന്തെങ്കിലും രീതിയിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം. ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു. ഇനി ബയോ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നൂടെ ChatGPT പോകുന്നു, ഫ്രഷ് വിൻഡോ എടുക്കുക. എൻ്റെ പേര് റാം, ഞാൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് ആണ്. ഞാൻ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിലേക്കായി ഒരു ബയോ ഇംഗ്ലീഷ് ആൻഡ് മലയാളത്തിൽ എഴുതി തരുമോ? ഇംഗ്ലീഷ് ENGLI, ഇംഗ്ലീഷ് മലയാളത്തിൽ എഴുതി ഒരു
അതിലേക്കായി ഒരു ബയോ, പ്രൊഫഷണൽ ബയോ. ഓക്കെ, ബയോ ഇംഗ്ലീഷിലെ എഴുതി തരുമോ? ഞാൻ ഈ പ്രോംപ്റ്റ് സേവ് ചെയ്ത് വെക്കാം. ഫയൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഇതാണ് പ്രോംപ്റ്റ് നമ്പർ 1. പ്രോംപ്റ്റ് 1 ഇതെങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഞാനത് കൊടുത്തു, സബ്മിറ്റ് ചെയ്തു. ഇംഗ്ലീഷ് വേർഷൻ ഉണ്ടോ? ഐ ആം റാം സർട്ടിഫൈഡ് ഹെൽത്ത് ഇൻഷുറൻസ് അതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് മാറ്റണം. സർട്ടിഫൈഡ് അല്ലെങ്കിൽ അതൊക്കെ മാറ്റുക. കേരള ചൂസ് ഹൈലി ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ സോ ദാറ്റ് മെഡിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് കൊടുക്കുക. കോണ്ടാക്ട് ഫോർ ഫ്രീ കൺസൾട്ടേഷൻ ആൻഡ് ഹെൽത്ത് പ്രൊട്ടക്ഷൻ റിവ്യൂ. ഓക്കെ, ഞാൻ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഞാനതെടുത്തു. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് കൊടുക്കാം, നിങ്ങളുടെ ഓപ്ഷനാണ്. അത് ഇവിടെ വരും, ഇവിടെ കൊടുക്കുന്ന സാധനം ഇവിടെ വരും. ദെൻ ക്ലിക്ക് ഓൺ ക്രിയേറ്റ് പേജ്. ഓക്കെ, ഇത് നെക്സ്റ്റ് പേജിലേക്ക് പോയിട്ടുണ്ട്. ഇനി അവിടെ നിങ്ങൾ കോൺടാക്ട് ഇൻഫർമേഷൻ കൊടുക്കാം. വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തൽക്കാലം വിടുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുക്കാം. നിങ്ങളുടെ കൺട്രി ആദ്യം സെലക്ട് ചെയ്യുക, ഇവിടെ ടൈപ്പ് ചെയ്യുക ഇന്ത്യ. ദെൻ നിങ്ങളുടെ നമ്പർ കൊടുക്കുക. ഞാനിപ്പം ഏതായാലും നമ്പർ കൊടുക്കുക. ഇത് US ആണുള്ളത്, അതുകൊണ്ടാണ് അത് ഇന്ത്യ സെലക്ട് ചെയ്യുക. INDIA, ഇന്ത്യ 91. ഓക്കെ, അപ്പോൾ വെരിഫൈഡ്. ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇതൊക്കെ എല്ലാം കൊടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ചെയ്യുന്നില്ല, കാരണം എൻ്റെ ഓൾറെഡി ഉള്ള അഡ്രസ്സ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. വെബ്സൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് ഇല്ലാത്തത് മാക്സിമം. വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് പിന്നെ പഠിക്കാം. ഇമെയിൽ അഡ്രസ്സ് നമുക്ക് ഉള്ളത് കൊടുക്കുക. ലൊക്കേഷൻ കൊടുക്കുക, കൃത്യമായി നിങ്ങൾ അഡ്രസ്സും കാര്യങ്ങളും കൊടുക്കുക, പിൻകോഡ്. പിന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അവേഴ്സ് അവൈലബിൾ. നിങ്ങളിപ്പം വർക്കിംഗ് ടൈം ആണ് ഇവിടെ കൊടുക്കാൻ പറ്റുന്നത്. നോ അവേഴ്സ് അവൈലബിൾ ആണെങ്കിൽ അത് കൊടുക്കാം. എന്തായാലും നിങ്ങൾ ഒരു ഓപ്പൺ ചെയ്ത് വെക്കുന്നത്, ബിസിനസ് പേജ് ഓപ്പൺ ചെയ്ത് വെക്കുന്ന അവേഴ്സ് അവൈലബിൾ അല്ല എന്ന് പറയാൻ. അതുപോലെ ഓൾവേസ് ഓപ്പൺ അത് കൊടുക്കാതിരിക്കാൻ മാക്സിമം. കാരണം ചില കസ്റ്റമേഴ്സ് രാത്രിയൊക്കെ വിളിച്ചിട്ട് പറയും, നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിനകത്തുണ്ടല്ലോ നിങ്ങൾ ഓൾവേസ് ഓപ്പൺ ആണെന്ന്, അതുകൊണ്ടാണ് ഞാൻ രാത്രി വിളിച്ചതെന്ന് പറയും. അപ്പോൾ അത് കൊടുക്കാതിരിക്കുക. നിങ്ങൾ ബെസ്റ്റ് ഓപ്ഷൻ ഇതാണ്, ഇത് സെലക്ട് ചെയ്യുക. ഓരോ ദിവസവും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. മൺഡേ എത്ര ടൈം വേണം? മൺഡേ ഞാൻ രാവിലെ എൻ്റെ ഓഫീസ്, ഇൻഷുറൻസ് ഓഫീസ് എന്നെ നിങ്ങൾക്ക് രാവിലെ 9:30 തൊട്ട് വൈകിട്ട് ഇത് റെയിൽവേ ടൈമാണ്, വൈകിട്ട് 8 മണി വരെ. രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഇങ്ങനെ ഓരോ ദിവസത്തെ എൻട്രി ചെയ്യാം. തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച. ഇനി ഞായറാഴ്ച നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. അപ്പോൾ അത് എൻട്രി ചെയ്യാം. ദെൻ അടുത്തത് വരുന്നത് നെക്സ്റ്റ് കൊടുക്കുക. ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇവിടെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ട്, അത് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാം. സെക്കൻഡ്, പോയോ? ഞാനത് ഡൗൺലോഡ് ചെയ്തെടുക്കട്ടെ. വൺ സെക്കൻഡ്, ഞാൻ ആ ഫോട്ടോ ഒന്ന് എടുക്കട്ടെ. നോക്കണ്ട, നോക്കണ്ട. എൻ്റെ ഫോട്ടോ
ഓക്കെ, തൽക്കാലം ഈ ഫോട്ടോ യൂസ് ചെയ്യാം നമുക്ക്. ഒരു ഇൻഷുറൻസ് ഏജന്റ് ആണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഫോട്ടോ തന്നെ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്യുക. വെൽ ഡ്രസ്ഡ്, വെൽ നീറ്റ്, ഗ്രൂം ചെയ്ത് ഇതുപോലുള്ളൊരു ഫോട്ടോ നമ്മൾ സെറ്റ് ചെയ്യുക. അതായിരിക്കണം നമ്മുടെ പ്രൊഫൈൽ. കാരണം ഒരു പ്രൊഫഷണൽ, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണ്. നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്ക് പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, രാംകുമാർ, അതിവിടെ വന്നു. ദെൻ കവർ ഫോട്ടോ. എന്താണ് കവർ ഫോട്ടോ? ഈ കാണുന്നതാണ് കവർ ഫോട്ടോ. ഈ ഏരിയയിൽ കാണുന്നതാണ്. നിങ്ങളൊരു ഇൻഷുറൻസ് ഏജന്റ് ആകുമ്പോൾ നിങ്ങളുടെ കവർ ഫോട്ടോയിൽ എന്തൊക്കെ വേണം? ഓക്കെ, അത് നമ്മളിവിടെ ചെയ്യാം. എൻ്റെ ഫേസ്ബുക്ക് പേജിന് ഒരു കവർ ഫോട്ടോ വേണം. അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം? വെറുതെ ചാറ്റ് ജിപിടിയോട് ചോദിക്കുക, ചെയ്യണം. ചാറ്റ് ജിപിടി വെയിറ്റ് ചെയ്യുക. മെയിൻ ഹെഡ്ലൈൻ ഇത് വേണം. യുവർ നെയിം, ട്രസ്റ്റ് അതോറിറ്റി ലൈൻ, വിഷ്വൽ എലമെന്റ്സ്, കോൾ ടു ആക്ഷൻ, കോണ്ടാക്ട് ഇൻഫോ, ഐഡിയൽ ലൈൻ. ഇത് ഓരോന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പല രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ട് ചെയ്യാം. മെയിൻ ഹെഡ്ലൈൻ അത് വായിച്ചു നോക്കിയത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഡെസിഗ്നേഷൻ അത് നിങ്ങൾക്ക് അറിയാം. ട്രസ്റ്റ് അതോറിറ്റി ലൈൻ, അതായത് അതാണ് നിങ്ങളുടെ മറ്റ് ക്ലയൻസുമായിട്ട് നിങ്ങളുടെ ട്രസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക, വിശ്വാസം സൃഷ്ടിക്കുന്നത്. ഹെൽപ്പിംഗ് 500 ഫാമിലീസ്, അത് നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെ എഴുതും. എക്സാമ്പിൾ ആണ് അവിടെ പറഞ്ഞത്. നിങ്ങൾ ചിലപ്പം 1000 കണക്കിന് ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. ഇനി അതല്ല, ഈ പറയുന്ന 50 ആൾക്കാരുണ്ടെങ്കിൽ 50 എഴുതുക. ഏതാണോ വരുന്നത് അതിനനുസരിച്ചുള്ള രീതിയിൽ. ഓക്കെ, വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു സാമ്പിൾ ഇമേജ് ഈ പറഞ്ഞ കാര്യങ്ങൾ വച്ച് ഒരു സാമ്പിൾ ഇമേജ്, സാമ്പിൾ കവർ ഫോട്ടോ, കവർ ഇമേജ് അല്ലേ, കവർ ഫോട്ടോ അല്ല, കവർ ഇമേജ് ക്രിയേറ്റ് ചെയ്യാമോ? ടൈപ്പ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ പ്രോംപ്റ്റ് അത് നമ്മളിവിടെ പ്രോംപ്റ്റ് നമ്പർ 2 എന്ന് എടുത്തു. പ്രോംപ്റ്റ് നമ്പർ 2. പ്രോംപ്റ്റ് നമ്പർ 3 എന്താണ്? എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം? ഈ പേജിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചൊരു സാമ്പിൾ കവർ ഇമേജ് ക്രിയേറ്റ് ചെയ്യാമോ? പ്രോംപ്റ്റ് 3. ഓക്കെ, പ്രോംപ്റ്റ് 3. ചാറ്റ് ജിപിടി ആണ്, അത് കുറച്ച് ടൈം എടുക്കും. അത് ലോഡ് ചെയ്യട്ടെ. ഇനി നമുക്ക് വേണമെങ്കിൽ ക്യാൻവ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. ക്യാൻവയിലേക്ക് വരിക. ഇത് ഓൾമോസ്റ്റ് ഫ്രീ ആണ്. ക്യാൻവയിലേക്ക് വരുന്നു. ക്യാൻവ, നമുക്ക് വേണ്ടത് ഇവിടെ സെർച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു റീല് ക്രിയേറ്റ് ചെയ്യാം. എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? വീഡിയോസ് റീലിന്റെ അതേ സൈസാണ് യൂട്യൂബിൽ വലിയ വീഡിയോയുടെ സൈസ് അല്ല. പിന്നെ അതുപോലെ വാട്സപ്പ് ഇമേജിന്റെ സൈസ് ആണോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇമേജിന്റെ സൈസ് അല്ല. കവർ ഇമേജിന്റെ സൈസ്, കവർ ഇമേജ് എന്ന് പറയുന്നത് ഇതാണ്.
ഇതിന്റെ സൈസ് ആണോ? സൈസ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ നീളവും വീതിയാണ് സൈസ് എന്ന് പറയുന്നത്. അതിന്റെ സൈസ് ആണോ പ്രൊഫൈൽ ഇമേജിന്റെ സൈസ്? അല്ല. അപ്പൊ ഇങ്ങനെ ഓരോ കാറ്റഗറി ഉണ്ട്. അപ്പൊ കാറ്റഗറി ഇവിടെ ഉണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യാം ഫേസ്ബുക്ക് കവർ ഇമേജസ് ഫോർ ഇൻഷുർ ഹെൽത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് സെർച്ച് ചെയ്യാം. സോറി, ടെംപ്ലേറ്റ്സിലാണ്. ഫേസ്ബുക്ക് കവർ ഇമേജസ് ഫോർ ഇൻഷുറൻസ് ഏജൻസ് സെർച്ച് ചെയ്യാം. ഒരുപാട് കവർ ഇമേജസ് വന്നിട്ടുണ്ട്. ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസിൽ ഒരുപാട് കവർ ഇമേജസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക തൽക്കാലത്തേക്ക്. ഞാനിപ്പം തൽക്കാലത്തേക്ക് ഞാൻ ഷെയർ ചെയ്തേക്കുന്നത് നമുക്ക് എൻ്റെ ഒരു ഫോട്ടോ കൂടെ വെക്കാനായതുകൊണ്ട് നോക്കട്ടെ. ഞാൻ ഇതെടുക്കുന്നു. ഞാനിതെടുക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ പേര് തന്നെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു. ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്യാൻവയിൽ അപ്ലോഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഏത് ഫോട്ടോ ആണ്? ഈ ഫോട്ടോ ആണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെയാണ് പുതിയ ഫോട്ടോ വേണ്ടത് അല്ലേ? ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഡിലീറ്റ് ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ആ ഏതാണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തു, ഇവിടെ ഈ ഒരു ബട്ടൺ കാണും ഡിലീറ്റ്, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്, ഡിലീറ്റ് ഇമേജ് ആൻഡ് ഡിലീറ്റ് ഫ്രെയിം. എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇമേജ് എന്ന് പറഞ്ഞാൽ ഈ ഇമേജ് അങ്ങ് ഡിലീറ്റ് ചെയ്യും. ഫ്രെയിം എന്ന് പറഞ്ഞാൽ ആ ഫ്രെയിം അവിടെ ആ ഫ്രെയിമിനകത്താണ് ആ ആൾക്കാരുടെ ഇമേജ് ഉള്ളത്. നമുക്ക് ആ ഫ്രെയിം അവിടെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഫോട്ടോ ഉണ്ട്. ഇമേജ് ആണ് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇമേജ് ഡിലീറ്റ് ചെയ്തു. ഇനി നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ഇവിടെ വരും. അത് മെല്ലെ ഒന്ന് മൂവ് ചെയ്തിട്ട് ഇതാ ഇതിനകത്തേക്ക് ഇടുക. ആയി, നമ്മളെ ഫോട്ടോ ആയി. ഇനി ബാക്കി നമുക്ക് എന്ത് കാര്യങ്ങളാണ് ഇടേണ്ടത്? ഇതാണ് ഏകദേശം ഒരു സാമ്പിൾ ഇമേജ്. റാം സർട്ടിഫൈഡ് ഹെൽത്ത് അഡ്വൈസർ ഗൈഡിങ് കേരള ഫാമിലീസ് വിത്ത്. ഇതേ കാര്യങ്ങൾ നമുക്ക് അവിടെ കൊണ്ടിടാം. ഏതാ വേണ്ടത്? നമുക്ക് ബയോ എടുക്കാവുന്നത് റാം സർട്ടിഫൈഡ് ഹെൽത്ത് ഇൻഷുറൻസ്, ഇത് തന്നെ നമുക്ക് എടുക്കാം. എന്താണോ പേര് വേണ്ടത്, റാം എവിടൊക്കെയാണോ വേണ്ടത് നമ്മൾ ആഡ് ചെയ്യുക. സർട്ടിഫൈഡ് ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസർ. ഓക്കെ, അതൊന്ന് കുറച്ച് വലിക്കുക. ഇത്രയും വലിപ്പം നമുക്ക് വേണ്ട, നമുക്കത് കുറയ്ക്കാം. ഇവിടെ വന്നിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് ഒരു 30 ആക്കി കൊടുക്കണം. ഉണ്ടോ? സർട്ടിഫൈഡ് ഒന്ന് കുറച്ച് വിട്ട് കഴിഞ്ഞാൽ നല്ല രസമായി. സർട്ടിഫൈഡ് ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസർ. ഓക്കെ, ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കണോ? വേറെ കാര്യങ്ങൾ നമുക്ക് എന്താ കൊടുക്കാം? വേറെ എന്താണ് ഇമേജിൽ കൊടുത്തത്? പ്രൊട്ടക്ട് യുവർ ഫാമിലീസ് ഹെൽത്ത് ആൻഡ് സെക്യൂർ ദർ ഫ്യൂച്ചർ. അതെവിടെ ഉള്ളത്? എന്തെങ്കിലും ഒരു ടാഗ് ലൈൻ, നല്ലൊരു ടാഗ് ലൈൻ നോക്കിയിട്ട് ടാഗ് ലൈൻ നമ്മൾ എടുത്ത് കൊടുത്തു. ടാഗ് ലൈൻ അതിനകത്ത് കൊടുക്കുക, ഇവിടെ കൊടുക്കുക.
പ്രൊട്ടക്ട് യുവർ ഫാമിലി. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളുടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാം. തൽക്കാലം ഞാൻ അതൊന്നും എഡിറ്റ് ചെയ്യുന്നില്ല. ഇത് വേണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ അത് വെക്കുക. ഓക്കെ, കോണ്ടാക്ടസ് നമ്പർ കൊടുക്കുക, നിങ്ങളുടെ നമ്പർ കൊടുക്കുക. നമ്പർ എടുക്കുക. ഇപ്പം ഞാൻ 1 2 3 4 5 6 7 8 9 വെറുതെ നമ്പർ കൊടുത്തു. വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കുക. ഞാനിപ്പം www.ram.com കൊടുത്തു. ഓക്കെ, എന്താണ് വേണ്ടത് കൊടുക്കുക. ഇനി നിങ്ങളുടെ ഇവിടെ കമ്പനിയുടെ ഇതൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട. നിങ്ങൾക്ക് ലോഗോ ഉണ്ടെങ്കിൽ ലോഗോ കൊടുക്കാം. ലോഗോ ക്രിയേഷനൊക്കെ ഞാൻ കാണിച്ചു തരാം. സിമ്പിളായിട്ടൊരു പേജായി. റാം സർട്ടിഫൈഡ് ഹെൽത്ത് ഇൻഷുറൻസ്. ഏത് ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇതിന് ശേഷം ഇത് ഡൗൺലോഡ് ചെയ്യണം നിങ്ങൾക്ക്. വേണല്ലേ, നിങ്ങൾ ഇത്ര എഡിറ്റ് നിങ്ങൾക്ക് വേണ്ട എഡിറ്റുകൾ ചെയ്യാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ നോക്കിയിട്ട് പഠിച്ചതിന് ശേഷം സ്ലോ അതായത് നിങ്ങൾക്ക് ഇത് ഞാൻ സ്പീഡായിട്ട് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്ത് കാണുക. ഓക്കെ, ഷെയറിൽ ക്ലിക്ക് ചെയ്തു. ദെൻ ഡൗൺലോഡിൽ വരിക. ഡൗൺലോഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, PNG ആയിട്ടാണ് ഡൗൺലോഡ് ചെയ്യുക. PNG സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് കൊടുക്കുക. ഡൺ. ആ സംഭവം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ അപ്ലോഡ് ചെയ്യുക. ഇവിടെ ആഡ് കവർ ഫോട്ടോ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക്. ആ ഇമേജ് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുക. ഉണ്ടോ? ഇത് നമുക്ക് എല്ലാം ഇവിടെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഈ ഒരു പ്രശ്നം വരും, അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. പിന്നെ ഇവിടെ 2 പ്രൊഫൈൽ ഇമേജ് വന്നിട്ടുണ്ട്, അത് മാറ്റുക. അത് 2 പ്രൊഫൈൽ ഇമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വേണം. നിങ്ങൾക്ക് മെഡിക്കൽ ക്ലെയിമിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം. അവിടെ ഉണ്ടായിരുന്ന ഒരു ഇമേജ് തന്നെ വേണം എടുത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ആഡ് ആക്ഷൻ ബട്ടൺ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. അതായത് ആഡ് ആക്ഷൻ ബട്ടൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതെങ്കിലും പോസ്റ്റിൻ്റെ താഴെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് വരണം. കസ്റ്റമർ ക്ലിക്ക് ചെയ്താൽ മെസ്സേജ് വരണമെങ്കിൽ കൊടുക്കാനാണ്. റൈറ്റ് കൊടുക്കുക. അതിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, എല്ലാം നോക്കണ്ട. നിങ്ങൾ സെൻഡ് വാട്സപ്പ് മെസ്സേജ് കൊടുക്കുക. അതായത് നിങ്ങളുടെ ഏതെങ്കിലും പോസ്റ്റിന് താഴെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വാട്സപ്പിലേക്ക് നിങ്ങളുടെ ഒരു പോസ്റ്റ് കണ്ടിട്ട് കസ്റ്റമർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലേക്ക് വരണമെങ്കിൽ ഇതാ ഇവിടെ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങളുടെ നമ്പർ കൊടുക്കണം. നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഒരു കോഡ് വരും, അത് വെച്ച് വെരിഫൈ ചെയ്യുക. ഞാനിപ്പം ഒരുപാട് നമ്പർ എനിക്കിങ്ങനെ കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വെരിഫിക്കേഷൻ പ്രോസസ് ചെയ്ത് കാണിക്കുന്നില്ല. നിങ്ങളുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അതിനകത്തേക്ക് വരും. സെറ്റ് ചെയ്യുക, ബാക്കിലേക്ക് വരിക. ഈ സമയം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് അടിക്കുന്നു. ദെൻ അഗെയിൻ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കണമെങ്കിൽ ഒന്നുകൂടെ കൊടുക്കുക. അതിന് ഓപ്ഷനാണ് പറയുന്നത്. അത് ഞാൻ ആ പേജ് സ്കിപ്പ് ചെയ്യാണ്. സ്കിപ്പ് കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യണം. നിങ്ങളുടെ പേജ് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ ആരും ഇല്ല. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാം. ഒരു മിനിമം ഒരു 100 ആൾക്കാരെയെങ്കിലും ഫോളോവേഴ്സ് ചെയ്ത് വെക്കുക. അപ്പോഴാണ് കൂടുതൽ ആൾക്കാരിലേക്ക് ഫേസ്ബുക്ക് പേജ് ഇത് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫൈലിലുള്ള, കാരണം നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫൈലിൽ നിന്നുകൊണ്ടാണ് ഈ പേജ് ക്രിയേറ്റ് ചെയ്തത്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇവിടെ കിട്ടും. അത് ഇൻവൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പ്രോസസ് അടുത്ത് വരുന്ന കുറച്ച് ദിവസത്തേക്ക് കണ്ടിന്യൂ ചെയ്യുക. കണ്ടോ, ഇവിടെ ആൾക്കാർ വരും. അപ്പം നിങ്ങളുടെ എല്ലാ ആൾക്കാരെയും എന്ത് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക. ഇപ്പം ഞാനൊരു എത്ര ആൾക്കാർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നിങ്ങളുടെ പേജിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വേറെ നോക്കട്ടെ. ഇൻവൈറ്റ് ചെയ്താൽ പ്രശ്നമില്ലാത്ത ആൾക്കാർക്ക് ഞാൻ ചെയ്യാം. ഓക്കെ, അഭിനവ് VS. ഓക്കെ, ആ ഒരു പ്രോസസ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എത്ര ആളെ നിങ്ങൾക്ക് വേണം അയാളൊക്കെ ഞാൻ സെലക്ട് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, ദെൻ സെൻഡ് ഇൻവൈറ്റ്സ്. അപ്പോൾ അയാൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഇൻവിറ്റേഷൻ പോയിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. അവരത് ആക്സെപ്റ്റ് ചെയ്താൽ ഇവിടെ കാണാം. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുക. ഇത് കുഴപ്പമില്ല, ഇത് ഡൺ.
ഇതാണ് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ്. കണ്ടോ, റാം സർട്ടിഫൈഡ് ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസർ പ്രൊട്ടക്ട് യുവർ ഫാമിലി. ആ കോൺടാക്ടസ് താഴെ വന്നിട്ടില്ല, ഫോൺ നമ്പർ വന്നിട്ടില്ല. അപ്പം അതിനനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അത് കുറച്ച് ക്യാൻവയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, ഉണ്ടോ, ഇവിടെ അബൌട്ട് വന്നു, മെൻറ്റേഴ്സ് വന്നു, നിങ്ങൾക്ക് റിവ്യൂസ്, ആർക്കെങ്കിലും റിവ്യൂ ആഡ് ചെയ്താൽ അത് ആ റിവ്യൂസ് ഇവിടെ കാണിക്കും. നിങ്ങൾ ആഡ് ചെയ്ത റീൽസ്, ഇപ്പോൾ റീൽസ് ഒന്നുമില്ല, ഇത് ഫ്രഷ് ആണ്, ഇങ്ങനെയുള്ള കാര്യം. ഇങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് എഴുതി ചോദിക്കുക. പിന്നെ ഞാനൊരു പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ പറയാം. ഞാൻ വളരെ പെട്ടെന്നാണ് പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നിർത്തി കാണുക, നിർത്തി കണ്ടിട്ട് ഇത് പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇതിലെ പ്രോംപ്റ്റ്സും കാര്യങ്ങളും വേണമെങ്കിൽ ചാറ്റിൽ കമൻ്റായിട്ട് എഴുതി ചോദിച്ചാൽ മതി, ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, പിന്നെ അടുത്ത വീഡിയോകളിൽ എങ്ങനെ ഇതിനകത്ത് ഡെയിലി പോസ്റ്റുകൾ കണ്ടന്റ് ചെയ്യാം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിവേ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങളൊരു ഇൻഷുറൻസ് ഏജന്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ.